അലക്സാൻഡ്രീന ഡിക്കോസ്ത 13 വർഷങ്ങൾ, സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്ന 25 വർഷങ്ങൾ, വാഴ്ത്തപ്പെട്ട മാർത്ത റോബിൻ 1930 മുതൽ 81 വരെ 51 വർഷങ്ങൾ, വിശുദ്ധ ജർമ്മൻ മിസ്റ്റിക്കായിട്ടുള്ള തെരേസ ന്യൂമാൻ ഏതാണ്ട് ജീവിത അവസാനം വരെ, ബ്രസീലിൽ നിന്നുള്ള ഒരു ദൈവദാസൻ 60 വർഷങ്ങൾ. ഇവരൊക്കെ പരിശുദ്ധ കുർബാന മാത്രം കഴിച്ച് ജീവിച്ച വർഷങ്ങളുടെ കണക്കാണ് പറയണേ. ഒരാളുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ജീവിക്കുന്നതിൻ്റെ അടയാളങ്ങളായി നമ്മുടെ നൂറ്റാണ്ടുകളിലും നമ്മോടുകൂടെയും ജീവിച്ച മനുഷ്യരെ പറ്റി പറഞ്ഞിട്ട് വേണം ഈ വചനം ഒന്നെടുത്ത് ധ്യാനിക്കാൻ. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ഇതില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല, ഇത് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിന് തൃപ്തിയില്ല, ഭംഗിയില്ല, സന്തോഷമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുന്ന പിള്ളേരെയൊക്കെ നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. ഉള്ളതാ ഈ പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ തൃപ്തിയാണ്. ഈ പരിശുദ്ധ കുർബാന മുന്നോട്ടുള്ള വഴികളിൽ ശക്തിയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ ജസബേൽ രാജ്ഞിയെ ഭയന്ന് ഒളിച്ചോടുന്ന നേരം ഒറ്റ ദിവസത്തെ ഓട്ടത്തിൽ അയാൾ തളർന്നു പോകുന്നുണ്ട്. ഒരു മലയടിവാരത്തിൽ കിടന്ന് വിശ്രമിക്കുന്ന നേരത്താണ് ഒരു ഉറങ്ങിപ്പോകുന്നത്. ആ സമയം ദൈവദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്കുക, അപ്പമെടുത്ത് കഴിക്കുക, വെള്ളമെടുത്ത് കുടിക്കുക. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ അപ്പമുണ്ട്, വെള്ളമുണ്ട്. അതെടുത്ത് കുടിച്ചു, അതെടുത്ത് ഭക്ഷിച്ചു. എന്നിട്ട് വചനം പറയണത് അതിൻ്റെ ശക്തി കൊണ്ട് അയാൾ 40 രാവും 40 പകലും നടന്ന്, ഒറ്റ ദിവസത്തിൽ തളർന്നുപോയ മനുഷ്യനാണ്, 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹൊറബിലെത്തിച്ചേർന്നു. ദൈവത്തിൻ്റെ മലയായ ഹൊറബിലെത്തിച്ചേർന്നു. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധ അപ്പമില്ലാതെ ജീവിതത്തിനൊരു ടേസ്റ്റ് ഇല്ല എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. തൃപ്തി വേണമെങ്കിൽ, ശക്തി വേണമെങ്കിൽ, മുന്നോട്ട് പോകാൻ തെളിച്ചം വേണമെങ്കിൽ, നമ്മുടെ മക്കൾ ഈ ലോകത്തെ അതിജീവിച്ച് കരുത്തോടുകൂടെ നിൽക്കണമെങ്കിൽ ഈ അൾത്താരയോട് ചേർത്ത് നിർത്തുക. ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവാനുഭവം എന്താണെന്ന് അവരെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുക. അതിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് അവരെ നിർബന്ധിക്കുക. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന് ടേസ്റ്റ് നൽകുന്ന, ജീവിതത്തിന് ഭംഗി നൽകുന്ന, ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റുന്ന ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.